നമസ്കാരം. പതിരും കതിരും. ഇത്ര നാണം കൂടാതെ ഒരുത്തിയെ ഈ ത്രിലോകത്തിൽ കണ്ടില്ല ഞാൻ അഹോ എന്ന് കോട്ടയത്ത് തമ്പുരാൻ കിർമീരവധം ആട്ടക്കഥയിൽ പറയുന്നുണ്ട്. ആട്ടക്കഥയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ രംഗങ്ങളിലും ഇത്തരക്കാരുണ്ട്. ചൊല്ലിയാട്ടം കഴിഞ്ഞ് കഥകളി നടൻ മനോധർമ്മമനുസരിച്ച് ഇളകിയാട്ടം നടത്താറുണ്ട്. അതുപോലെ തനിക്ക് കരമൊഴിവായി കിട്ടിയ അധികാരത്തിൻ്റെ സപ്രപഞ്ചത്തിലിരുന്ന് ജനത്തിനു നേരെ ചൊല്ലിയാട്ടവും പിന്നെ മനോധർമ്മം അനുസരിച്ച് ഇളകിയാട്ടവും നടത്തിയ ഒരാളുണ്ടായിരുന്നു തലസ്ഥാനത്ത് മേയറായി. എല്ലാ ആട്ടക്കഥകൾക്കും ഒരവസാനമുണ്ട് എന്ന പോലെ ജനത്തിൻ്റെ മണ്ടയ്ക്ക് കയറിയുള്ള ആട്ടത്തിനും ഒരു പരിധിയുണ്ട്. പദവിയും പ്രതാപമുള്ള കാലത്ത് ആളകം പിടിക്കാരും ആരാധകരും കുഴലൂത്തുകാരും ഇഷ്ടം പോലെ ഉണ്ടാകും. എല്ലാം കഴിഞ്ഞ് അധികാരം ഒഴിഞ്ഞു പോകുമ്പോൾ ഏനും പൂവത്താളും മാത്രം. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അധികാരത്തിൻ്റെ തിളപ്പ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വല്ലാതെ അങ്ങ് തിളച്ചു തൂകുമ്പോൾ കൈക്കല കൂട്ടി അങ്ങ് വാങ്ങി വയ്ക്കാനും ജനത്തിന് കഴിയും. അത് ഇടതായാലും മധ്യമായാലും BJP ആയാലും. പറഞ്ഞു വരുന്നത് കഥയിലെ ആ ചെറുമേയറെ പറ്റിയാണ്. ഒരു രാത്രി റോഡ് ഷോ നടത്തി ഭർത്താവും നാത്തൂനും എല്ലാം ചേർന്ന് പിടികൂടിയ ആ ഡ്രൈവറെ നമ്മൾ മറന്നിട്ടില്ല. ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് കുറുകെ വണ്ടി കൊണ്ടിട്ട് എന്തൊരു ഷോ ആയിരുന്നു. തനിക്കെന്നെ മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. ലോകാരാധ്യയായ ഒരു സഖാത്തിയെ അറിയാതെ പോയ വലിയ തെറ്റിന് ആ ഡ്രൈവർ അനുഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. കസ്റ്റഡിയായി, പണി പോയി, നാണം കെട്ടു, കേസിൽ പ്രതിയായി. പക്ഷേ വണ്ടി തടഞ്ഞതിനും ചീത്ത വിളിച്ചതിനും ഒന്നും കേസില്ല. നാട്ടുകാർ മുഴുവൻ എതിരായതോടെ ഗത്യന്തരമില്ലാതെ മേയറെയും ഭർത്താവിനെയും കൂടി കേസിൽ പ്രതി ചേർത്തു. പിണറായി തമ്പുരാൻ രാജ്യം ഭരിക്കുമ്പോൾ തലസ്ഥാനം ഭരിക്കുന്ന മേയറെയും ഭർത്താവായ MLAയ്ക്കുമെതിരെ കേസെടുത്താൽ അണികളുടെ മനോവീര്യം തകരില്ലേ? അതുകൊണ്ട് പോലീസ് മേയറെയും MLAയും കേസിൽ നിന്ന് ഒഴിവാക്കി. ആ റഫർ ചാർജിന്മേൽ ഡ്രൈവർ കൊടുത്ത അന്യായത്തിലാണ് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. അന്ന് മേയറെ രക്ഷിച്ച് ഡ്രൈവറെ കുഴിച്ചു മൂടാൻ കമ്മികൾ എന്തെല്ലാം ചെയ്തു. സത്യാവസ്ഥകൾ തെളിയിക്കാനുള്ള ഏകമാർഗമായ ബസ്സിലെ മെമ്മറി കാർഡ് ആരോ വിഴുങ്ങി. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കുന്തത്തിൽ പറന്നിറങ്ങി വാർത്താ സമ്മേളനം നടത്തി സഖാക്കളെ ന്യായീകരിച്ചതും നമ്മൾ കണ്ടു. സകല സൈബർ ചാവേറുകളും മേയറെ രക്ഷിക്കാനായി ആക്രമണം തുടങ്ങി. ബസ്സിലിരുന്ന ഡ്രൈവർ ഹസ്തമുദ്രകൾ കൊണ്ട് അശ്ലീലം കാണിച്ചു എന്നായി കേസ്. അയാളെ തല്ലിയതിനും തെറി വിളിച്ചതിനും കേസില്ലതാനും. KSRTCയുടെയൊക്കെ ഒരു ശുഷ്കാന്തി ഭയങ്കരമാണ്. യാതൊരു അന്വേഷണവും നടത്താതെ ഡ്രൈവറെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഇളയിടത്തെ വാദം കോച്ചു എന്നൊരു ചൊല്ലുണ്ട്. ഒക്കുന്നിടത്ത് ഒപ്പിക്കാൻ നടക്കുന്ന ചില അധികാര പ്രമാണിമാർ ഉണ്ട് നമുക്ക്. എല്ലാവരും പാഠം പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും കോടതി ഇരുവർക്കുമെതിരെയുള്ള അന്യായം ഫയലിൽ സ്വീകരിച്ചതോടെ ഇനി കോടതിയിൽ വിചാരണ നടക്കും. കോടതിയുടെ ശിക്ഷ എന്തായാലും ജനം ഇവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞു. ലോകമറിയുന്ന മേറൂട്ടിക്ക് സീറ്റ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആ തല പോലും പുറത്തിറക്കരുതെന്ന് പാർട്ടി നിർദ്ദേശിച്ചു. പാർട്ടി തോറ്റു തുന്നം പാടിയതോടെ തൊട്ടിലാട്ടിയവർ തന്നെ എടുത്ത് ആമയിഴഞ്ചാൻ തൊട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനി ഇവർക്ക് വേണ്ടി സൈബർ യുദ്ധം നടത്താൻ ആരുമുണ്ടാകില്ല. പാർട്ടി കൈയൊഴിഞ്ഞ മട്ടാണ്. ഇനി ആളുകളോട് അങ്ങോട്ട് ചെന്ന് ചോദിക്കേണ്ടി വരും, നിങ്ങൾക്കറിയാമോ എന്നെ? അപ്പോൾ ജനം ചോദിക്കും, നീ ആരായാലെന്താ? ഈ ഒരു ചോദ്യമായിരുന്നല്ലോ അവരെ പ്രകോപിപ്പിച്ചത്. ഇത്രയും അന്വേഷണത്തുറയുള്ള വീരശൂര പരാക്രമികളായി പോലീസ് എന്തുകൊണ്ടാണ് ആ ബസ്സിലെ മെമ്മറി കാർഡ് കണ്ടുപിടിക്കാതെ പോയത്? അത് കണ്ടെത്തിയിരുന്നെങ്കിൽ മേയറുടെയും ഭർത്താവിൻ്റെയും പ്രകടനങ്ങൾ വെളിച്ചത്ത് വരും. ഇവരുടെ ഒറ്റുകാരനായ കണ്ടക്ടറെയും പിടികൂടണം. കോർപ്പറേഷനിൽ നടന്ന അഴിമതിയുടെ കഥകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിത്തരിക്കും. ഇല്ലാത്ത പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടി അതിൻ്റെ ചാരം വാരിയതിന് ലക്ഷങ്ങൾ കണക്കെഴുതിയെടുത്തു. തൊഴിലാളികളെ പൊറോട്ടയും ചിക്കനും തീറ്റിച്ചതിൻ്റെ കണക്ക് കേട്ടാലും ഞെട്ടും. താൻ ജനിച്ചത് തന്നെ മേയറാകാനാണ് എന്നായിരുന്നു ഇവരുടെയൊക്കെ ധാരണ. ലോകത്താദ്യമായി വാഹനം കുറുക്കിട്ട് ബസ് തടഞ്ഞ മേയറാകുന്നു ഞാൻ. ലോകം മുഴുവൻ ലൈവായി എന്നെ കണ്ടിരിക്കുന്നു. പക്ഷേ ആ പട്ടി ഷോ കേരളത്തിലെ പോലീസിൻ്റെ കണ്ണിൽ മാത്രം പിടിച്ചിട്ടില്ല. ഭാര്യയും ഭർത്താവും ഇനി മുൻ എന്ന പദവി സ്വന്തമാക്കി വീട്ടിൽ വിശ്രമിക്കേണ്ടി വരും. ലോകം കീഴടക്കിയ ഇന്നലകളുടെ കഥകളൊക്കെ പറഞ്ഞ് ഇനി വിശ്രമിക്കാം. വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇവർ പറഞ്ഞത്, എൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു. എൻ്റെ അമ്മോ, പുറത്തെടുത്ത കഴിവുകൊണ്ട് തന്നെ ഒരു പ്രസ്ഥാനത്തെ കുളിപ്പിച്ച് കിടത്തി. ബാക്കിയുള്ളത് കയ്യിലിരിക്കട്ടെ. വീട്ടിലിരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ പുറത്തെടുക്കാൻ വേണ്ടേ? ഇനി ഈ കുട്ടിക്ക് വേണ്ടി സൈബർ ഗുണ്ടകൾ ഒരക്ഷരം പോലും മിണ്ടില്ല. കുട്ടിയുടെ മഹത്വവും ചെറുപ്പത്തിൻ്റെ തിളപ്പും പാടില്ല. ശിവൻകുട്ടി മാമൻ്റെ പുകഴ്ത്തലുണ്ടാകില്ല. മേയർക്കൊപ്പം മരുമോൻ്റെ പഞ്ച് റീലുകളും ഇനിയില്ല.